ഹലോ എവരിവൺ, വെൽക്കം ടു AZB അക്കാഡമി. ഇൻഷുറൻസ് മേഖലയിലാണ് നിങ്ങളൊരു ജോലി നോക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നല്ലൊരു അടിപൊളി നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഷോർട്ട് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വേറൊന്നുമല്ല, നമ്മുടെ നാഷണൽ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ് അല്ലേ. അപ്പം നാഷണൽ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡിൻ്റെ ഷോർട്ട് നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, റിലീസ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ അറൗണ്ട് ഒരു 500 അസിസ്റ്റൻസിൻ്റെ ഒരു ഇതാണ് ഷോർട്ട് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ എക്സാം പാറ്റേൺ എന്താണ്, ഇനി അതിൻ്റെ കൂടെ തന്നെ എന്നായിരിക്കും അതിൻ്റെ ഒരു എക്സാം വരുന്നുണ്ടാവുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് നോക്കാം. കാര്യം ഷോർട്ട് നോട്ടിഫിക്കേഷൻ വന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്കൊന്ന് നോക്കാം. ഒന്നാമതായിട്ട് ഏജ് കാറ്റഗറിയാണ്. ഏജ് കാറ്റഗറി അതായത് ഏജ് ആസ് ഓൺ, അതായത് ഇവിടെ ഒരു കട്ട് ഓഫ് ഡേറ്റ് പറയുന്നത് 1/7/2026. 1/7 എന്ന് പറയുമ്പോൾ നമുക്കറിയാം ജൂലൈ 1 അല്ലേ. അപ്പോൾ ജൂലൈ 1, 2026 വെച്ചിട്ട് എന്താ ഒരു ഏജ് റിലാക്സേഷൻ പറയുന്നുണ്ട്. സോറി, ഏജ് റിലാക്സേഷൻ അല്ല, ഒരു ഏജ് ക്രൈറ്റീരിയ പറയുന്നുണ്ട്. എത്രയാണ് പറയുന്നത്? 21 to 30 years അല്ലെ, 21-ന്റെയും 30 വയസ്സിന്റെയും ഇടയ്ക്കുള്ള ഏജ് കാറ്റഗറി. ഇനി ഇവിടെ ബാക്കിയുള്ള നമ്മൾ ഏത് എക്സാം എടുത്തു കഴിഞ്ഞാൽ, ഇപ്പം നമ്മളിപ്പം വേറെ ഇപ്പം റെഗുലേറ്ററി ബോഡീസിന് എക്സാം എടുത്താലും അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഇൻഷുറൻസ് ബേസ്ഡ് ആയിട്ടുള്ള എക്സാം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടെന്ന് അറിയാം, ഏജ് റിലാക്സേഷൻ ഉണ്ട് അല്ലെ. അവിടെ എന്തൊക്കെ ഏജ് റിലാക്സേഷൻസ് ഉണ്ടോ അതെല്ലാം ഇവിടെയും ഉണ്ട്. അതായത് ഇപ്പം നമ്മൾ ഷെഡ്യൂൾഡ് കാസ്റ്റ് എടുത്താലും അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ട്രൈബ് എടുത്താലും അവർക്ക് ഏജ് റിലാക്സേഷൻ്റെ കാര്യം ഇവിടെ ആപ്ലിക്കബിൾ ആണ് അല്ലെ. അപ്പം അത് ഇവിടെ ഷോർട്ട് നോട്ടിഫിക്കേഷൻ എടുത്ത് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അതും കൂടെ എന്ത് ചെയ്ത് വെച്ചോണം, ആലോചിച്ച് വെച്ചോണം. ഓക്കെ, അപ്പോൾ റിലാക്സേഷൻ ആസ് ആപ്ലിക്കബിൾ. ഓക്കെ, അപ്പോൾ ആ ഒരു ഇതുകൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ക്വാളിഫിക്കേഷൻ ആസ് ഓൺ ഇത് 1/7/2026 വെച്ചിട്ട് ക്വാളിഫിക്കേഷൻ എന്തുണ്ടാവണം എന്നാണ് പറയുന്നത്. എന്താ പറയുന്നത്? എ കാൻഡിഡേറ്റ് മസ്റ്റ് പൊസസ് ദ മിനിമം ക്വാളിഫിക്കേഷൻ ഓഫ് ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. ഓക്കെ, അതായത് ഒന്നുമില്ല, ഡിഗ്രി മതി അല്ലെ. അപ്പം ഡിഗ്രി ഉള്ളവർ എന്ത് ചെയ്യണം, കണ്ണും പൂട്ടി അപ്ലൈ ചെയ്തോണം അല്ലെ. എ കാൻഡിഡേറ്റ് മസ്റ്റ് പൊസസ് ദ മിനിമം ക്വാളിഫിക്കേഷൻ ഓഫ് എ ഗ്രാജുവേറ്റ് ഇൻ എനി ഡിസിപ്ലിൻ ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ എനി ഈക്വലൻ ക്വാളിഫിക്കേഷൻ റെക്കഗ്നൈസ്ഡ് ആസ് സച്ച് ബൈ ദി സെൻട്രൽ ഗവൺമെന്റ്. അല്ലെങ്കിൽ അതിന് തുല്യമായ ക്വാളിഫിക്കേഷൻ അത് ആര് റെക്കഗ്നൈസ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്, സെൻട്രൽ ഗവൺമെന്റ് റെക്കഗ്നൈസ് ചെയ്യണം. ഇനി നോളജ് ഓഫ് റീഡിംഗ്, റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ് ഓഫ് റീജിയണൽ ലാംഗ്വേജ് ഓഫ് ദി സ്റ്റേറ്റ് ഓർ യൂണിറ്റി അഗെയിൻസ്റ്റ് ദ വേക്കൻസീസ് ഫോർ എ കാൻഡിഡേറ്റ് വിഷസ് ടു അപ്ലൈ എസെൻഷ്യൽ. അതായത് ഇപ്പം നമ്മളിപ്പോൾ ഏത് മേഖലയിലാണ്, അപ്പോൾ ഏത് സ്റ്റേറ്റിലാണ് അപ്ലൈ ചെയ്യുന്നത്, ആ സ്റ്റേറ്റിൻ്റെ ഈ പറയുന്ന പോലെ ആ സ്റ്റേറ്റിൻ്റെ റീജിയണൽ ലാംഗ്വേജിൽ നമുക്ക് ഈ പറയുന്ന പോലെ നോളജ് ഓഫ് റീഡിങ്ങും റൈറ്റിങ്ങും ഉണ്ടാവണം എന്നുള്ള കാര്യം എസെൻഷ്യൽ ആണെന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ അത് എസെൻഷ്യൽ ആണെന്നാണ് പറയുന്നത്. അപ്പം ഇവിടെ അപ്ലൈ ചെയ്യാൻ നിങ്ങൾ എന്ത് നോക്കുക, ഡിഗ്രി മതി. അപ്പോൾ അത് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യണം. പിന്നെ അതിനുശേഷമാണ് ഈ പറയുന്ന റീജിയണൽ ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറയുന്നത്. അപ്പോൾ അതും കൂടെ എന്ത് ചെയ്ത് വെച്ചോണം, ആലോചിച്ച് വെച്ചോണം, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതാണ് ഏജ് കാറ്റഗറി എന്ന് പറയുന്നത്, ഇതാണ്. പിന്നെ ക്വാളിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഇതാണ്. ഓക്കെ, ഇതാണ് നമുക്ക് ഇപ്പോൾ വന്ന ഷോർട്ട് നോട്ടിഫിക്കേഷന് കാണാൻ പറ്റുന്ന കാര്യം. ഇനി രജിസ്ട്രേഷൻസ് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറയുന്നത് അതും ഷോർട്ട് നോട്ടിഫിക്കേഷൻ ഉണ്ട്. 18 ജൂലൈ അല്ലെ, 18 ജൂലൈയിൽ ഓൺലൈൻ രജിസ്ട്രേഷൻ കമൻസ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഇനി ലാസ്റ്റ് ഡേറ്റ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് 7th ഓഗസ്റ്റ് 2026 എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന ലാസ്റ്റ് ഡേറ്റ് രജിസ്ട്രേഷൻ വരുന്നത്. അപ്പം ലാസ്റ്റ് ഡേറ്റ് വരെ കാത്തു നിൽക്കരുത്, ചിലപ്പോൾ എന്ത് ചെയ്യാം, സെർവറൊക്കെ ഡൗൺ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നോട്ടിഫിക്കേഷൻ വന്ന 2-3 ദിവസത്തിനുള്ളിൽ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ ആപ്ലിക്കേഷൻസ് എന്ത് ചെയ്യണം, സബ്മിറ്റ് ചെയ്തിരിക്കണം. ഇനി 2 ഫേസ് ആണ്. ഓക്കെ, ഓൺലൈൻ എക്സാമിനേഷൻസ്, അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് വേറെ വീഡിയോയിൽ വരുന്നുണ്ടാവും. അപ്പോൾ ഓൺലൈൻ എക്സാമിനേഷൻസിന് നമുക്ക് 2 ഫേസ് ഉണ്ടായിരിക്കും, phase 1 phase 2. അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓൾറെഡി ഈ ഷോർട്ട് നോട്ടിഫിക്കേഷൻ തന്നെ അവർ പറയുന്നുണ്ട് കാര്യം എക്സാം ഡേറ്റ് അല്ലെ. അപ്പോൾ എക്സാം ഡേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു ചൂട് ഉണ്ടാവില്ല പഠിക്കാനായിട്ട് അല്ലെ. അപ്പോൾ എക്സാം ഡേറ്റും ഇവിടെ ഷോർട്ട് നോട്ടിഫിക്കേഷന് പറയുന്നുണ്ട്. phase 1 എന്ന് പറയുന്നത് 27th ഓഗസ്റ്റ് 2026. phase 1 നടക്കുന്ന 27th ഓഗസ്റ്റ് 2026. ഇനി phase 2 ആണെങ്കിലോ 30th ഒക്ടോബർ 2026 മനസ്സിലായാലോ. 30th ഒക്ടോബർ 2026 phase 2 നടക്കുന്നത്. അപ്പോൾ അതും കൂടെ എന്ത് ചെയ്ത് വെച്ചോണം, ആലോചിച്ച് വെച്ചോണം. ഓക്കെ, അപ്പോൾ അത് മറന്നു പോരുത്. ഇനി പേ സ്കെയിൽ നോക്കിക്കഴിഞ്ഞാൽ പേ സ്കെയിൽ അറൗണ്ട് ഈ പറഞ്ഞ പോലെ 36,290 ആണ്. പിന്നെ ബാക്കിയുള്ള എല്ലാ അലവൻസസും കാര്യങ്ങളും കൂടെ കൂട്ടി അപ്രോക്സിമേറ്റ്ലി ഒരുപാട് കാര്യങ്ങളുണ്ട്, എല്ലാം കൂടെ കൂട്ടി നമ്മൾ മെട്രോപൊളിറ്റൻ സെൻറ്റേഴ്സിലാണെങ്കിലും അപ്രോക്സിമേറ്റ്ലി നമ്മൾ 63,000 വരെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ഇൻഷുറൻസ് മേഖലയിൽ അത്യാവശ്യം ഒരു ഗ്ലാമറസ് പോസ്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു നല്ല രീതിയിലൊന്ന് പഠിച്ച് സെറ്റ് ആവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന എക്സാമും കൂടിയാണ്. ഓക്കെ, അപ്പോൾ അതും കൂടെ ഓർമ്മയുണ്ടാവണം. ഓക്കെ, പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ എക്സാം ഡേറ്റും ഓൾറെഡി എന്ത് ചെയ്യുന്നുണ്ട്, ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവിടെ ഇന്ന ഡേറ്റിൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ആവും, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആവും.
അല്ലെങ്കിൽ എക്സാം phase 1 എന്നാണ്, phase 2 എന്നാണ് എന്ന് ക്ലിയർ കട്ടായിട്ട് ഇതിൽ പറയുന്നുണ്ട് അല്ലെ. അപ്പം ഇനി നമുക്കപ്പം സമയം കളയേണ്ട കാര്യമില്ല. കാര്യം അല്ലെങ്കിൽ നമുക്ക് എന്ന് കാണും എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. പക്ഷേ ഇവിടെ ആ ഒരു കൺഫ്യൂഷൻ ഇല്ല, ക്ലിയർ കട്ടായിട്ട് അവർ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ക്ലിയർ കട്ടായിട്ട് പഠിച്ചു പോകാൻ സാധിക്കണം. അപ്പൊ അതിന് നമുക്ക് എന്ത് വേണം, പ്രോപ്പർ ആയിട്ടൊരു സ്ട്രാറ്റജി വേണം. സോ ASB അക്കാഡമിയിൽ ഈ ഒരു എക്സാമുമായിട്ട് NACL എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിന്റെ റിക്രൂട്ട്മെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് കിടക്കുന്നുണ്ട്, അഡ്മിഷൻസ് ഓപ്പൺ ആണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ കൊടുത്തിരിക്കുന്ന മേളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ എന്ത് ചെയ്യാം, കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ചെയ്തിട്ട് അഡ്മിഷൻസ് എടുക്കാം. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു മേഖലയിൽ ഈ ഒരു ഇൻഷുറൻസ് മേഖലയിലാണ് നിങ്ങളൊരു കരിയർ ബിൽഡ് ചെയ്യാൻ തീരുമാനിക്കുന്നെങ്കിൽ ഇതൊരു നല്ലൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ്. അപ്പോൾ അത് എന്ത് ചെയ്യരുത്, വിട്ടുകളയരുത്. പ്രോപ്പറായിട്ട് സ്ട്രക്ചേർഡ് ആയിട്ട് എന്താണ് സിലബസ്, അല്ലെങ്കിൽ എന്തൊക്കെ രീതിയിൽ വേണം പ്രിപ്പയർ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഏതൊക്കെ സ്റ്റഡി സ്ട്രാറ്റജീസ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, അപ്പോൾ അതെല്ലാം ബേസ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ പ്രിപ്പയർ ചെയ്യാം. സോ അപ്പം എല്ലാവരും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ ആ ഒരു ആപ്ലിക്കേഷൻ ഡേറ്റും ഓപ്പൺ ആവുന്നതും അതിൻ്റെ ഡെഡ് ലൈനും മറന്നു പോരുത്, ചിലപ്പോൾ മിസ് ഔട്ട് ആവും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, മറക്കാണ്ട് എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യണം. നന്നായിട്ട് പഠിക്കുക, സ്റ്റഡി വെൽ. ഓക്കെ, നോട്ടിഫിക്കേഷൻ റിലീസ് ആകുമ്പം എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. ഓക്കെ, താങ്ക് യു.